السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. قال الله تعالى في القرآن الكريم: إني جاعل في الأرض خليفة. وقال رسول الله صلى الله عليه وسلم: إن الدنيا حلوة خضراء وإن الله يستخلفكم فيها فينظر كيف تعملون. സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നൽകപ്പെട്ടിരിക്കുന്ന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് വേറൊരു ചർച്ചയും കൂടി ഉണ്ടാകുന്ന വിചാരിക്കുന്നു. ആരാണ് ആ ചർച്ച മുന്നോട്ട് വെച്ചത് എന്നുള്ള ചർച്ച കഴിയുമ്പോഴേക്കും എല്ലാവർക്കും മനസ്സിലാകുമെന്ന് പ്രതീക്ഷയോടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് മനുഷ്യരിങ്ങനെ ഗ്രാമങ്ങളായിട്ടൊക്കെ ജീവിക്കുന്നതിന് മുമ്പ്, മനുഷ്യന്മാർ കാടുകളിൽ ഇങ്ങനെ ജീവിച്ചിരുന്ന അവസരത്തിൽ, ഗുഹകളിലൊക്കെ ജീവിച്ചിരുന്ന അവസരത്തിൽ, മൃഗങ്ങളെ വേട്ടയാടിയും പഴങ്ങൾ ശേഖരിച്ചും ഒക്കെ ജീവിക്കുന്ന അവസരത്തിൽ അവർക്ക് അവരുടെ പല്ലുകൾ വലിയതും കൈയും കാലും ഒക്കെ വലുതുമായിരുന്നു. കാരണം അവർ കഴിക്കുന്ന മാംസം അതവർ വേവിക്കാതെയായിരുന്നു കഴിച്ചിരുന്നത്. അതുകൊണ്ട് അവർക്ക് അവരുടെ പല്ലിനും അത് ദഹിപ്പിച്ചിറക്കാൻ ആവശ്യമായിട്ടുള്ള ആന്തരിക അവയവങ്ങൾക്കും വലിയ രീതിയിലുള്ള ഇന്ധനവും ഊർജവും ആവശ്യമായിരുന്നു. അത് കാരണത്താൽ അക്കാലത്തുള്ള ജനങ്ങൾക്ക് ബുദ്ധി അല്പം കുറവായിരുന്നു. പിന്നീട് നാഗരികതകളൊക്കെ രൂപപ്പെട്ടു വരുന്ന അവസരത്തിൽ, സെറ്റിൽമെന്റ്സ് ആയിട്ടുള്ള ജീവിതം രൂപപ്പെട്ടു വരുന്ന അവസരത്തിൽ മനുഷ്യൻ കൃഷിയിലേക്ക് ഇറങ്ങുന്നു, മനുഷ്യൻ തീ ഉപയോഗിച്ച് തുടങ്ങുന്നു, തീയെ മനുഷ്യൻ കൺട്രോൾ ചെയ്തു തുടങ്ങുന്നു. അങ്ങനെ പാചകം മനുഷ്യൻ പഠിക്കുന്നു. അതിനുശേഷം മനുഷ്യനെ ഭക്ഷണം ദഹിപ്പിക്കാനും ഭക്ഷണം പാചകം ചെയ്യാനും വളരെ കുറഞ്ഞ സമയം കൊണ്ട് സാധിക്കുന്നു. അപ്പോൾ മനുഷ്യന്റെ പല്ലിനും എല്ലിനും ഒക്കെ വലിപ്പം കുറയുകയും മനുഷ്യന്റെ ബുദ്ധിക്ക് അല്ലെങ്കിൽ തലച്ചോറിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള എനർജി പ്രൊവൈഡ് ചെയ്യാൻ മനുഷ്യന്റെ ശരീരത്തിന് സാധിക്കുകയും അങ്ങനെ കാലം കഴിയുന്തോറും മനുഷ്യന്റെ ബുദ്ധി വർദ്ധിച്ചു വരികയും ചെയ്തു എന്ന് പറയുന്ന ഒരു വാദമുണ്ട്. ഏകദേശം എല്ലാവർക്കും തിരിഞ്ഞിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സാപ്പിയൻസിലും പിന്നെ ഈ അടുത്തായിട്ട് ഇറങ്ങിയിട്ടുള്ള അൺസ്റ്റോപ്പബിൾ ആസ് ഹൗ ഹ്യൂമൻസ് ടുക്ക് ഓവർ ദി വേൾഡ് എന്നുള്ള പുസ്തകത്തിലൊക്കെ ഇസ്രായേലി ചരിത്രകാരനായിട്ടുള്ള യുവാൽ നോവ ഹരാരി വാദിക്കുന്ന ഒരു വാദമാണ്. അപ്പോൾ അതിവിടെ വെറുതെ ഒന്ന് കൊണ്ടുവന്നതാണ്. അതായത് നമ്മുടെ പുതിയ കാലത്തേക്ക് വരുമ്പോൾ എനിക്ക് ചർച്ച ചെയ്യാനായിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ AI എത്തിക്സ്, ഇസ്ലാം, മഖാസിദ് ശരിയ എന്നുള്ളതായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും 21ാം നൂറ്റാണ്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് എണ്ണി പറയാൻ സാധിക്കില്ല. ഈ ഒരു സംഭവം തന്നെയാണോ, അല്ലെങ്കിൽ ബയോടെക്നോളജിയിൽ ഉണ്ടാകുന്ന വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണോ, അല്ലെങ്കിൽ ക്വാണ്ടം ഫിസിക്സ് ആണോ, പുതിയ തരത്തിലുള്ള ന്യൂക്ലിയർ ബാറ്ററികളാണോ എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് പലപ്പോഴും അന്തം വിട്ട് പോകാറുണ്ട് ഏതാണ് ശരിയായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതെന്ന്. പക്ഷെ വളരെ ചുരുങ്ങിയ ഒരു സമയം കൊണ്ട് തന്നെ കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 2022 ഒക്കെ ആവുന്ന അവസരത്തിൽ ChatGPT പുറത്തിറക്കിയിട്ട് ഇപ്പൊ ഏകദേശം 3 വർഷം ആവുന്നുള്ളൂ. കേവലം ഒരാഴ്ച കൊണ്ട് അതിന് 10 ലക്ഷം ഡൗൺലോഡുകൾ വരികയാണ്. ഇപ്പൊ ആക്റ്റീവ് യൂസേഴ്സ് നോക്കുകയാണെങ്കിൽ ലോകത്തിൽ എത്രത്തോളം മുസ്ലിങ്ങളുടെ ഏകദേശം അത്രത്തോളം ChatGPT ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. ഓരോ മാസവും 180 കോടിയിലേറെ ജനങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ഇത് ChatGPT മാത്രം കണക്കാണ്. മറ്റുള്ള AI ബോട്ടുകളായിട്ടുള്ള ക്ലൗഡ് അല്ലെങ്കിൽ ജെമിനൈ, അതേപോലെ പെർപ്ലക്സിറ്റി, ഇങ്ങനെ വാരി വെതറി ചൈനയുടെ ഡീപ് സീക്ക്, ഇങ്ങനെ ഒരുപാട് ഗ്രോക്ക് എന്ന് പറയുന്ന രീതിയിൽ ഒരുപാട് AI ബോട്ടുകളുണ്ട്. ഇതിനൊക്കെ വേറെ വേറെ കണക്കുകൾ ഉണ്ടാകും. പിന്നെ അപ്പോ AI അത്രത്തോളം പെർവേസീവ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ അത്രത്തോളം ഇടപെട്ട് കഴിയുന്ന ഒരു കാലത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഉള്ള വിദ്യാർത്ഥികളൊക്കെ ഒന്നെങ്കിൽ +1 എക്സാം അല്ലെ +2 എക്സാം, അതിന്റെ അസൈൻമെന്റുകൾ, പിന്നെ ഡിഗ്രിക്കാരാണെങ്കിൽ അവരുടെ പുസ്തകങ്ങൾ, അവരുടെ മെറ്റീരിയൽസ്, അവരുടെ അസൈൻമെന്റുകൾ, അത്തരത്തിനൊക്കെ വലിയ രീതിയിലായിട്ട് നമ്മൾ ChatGPT അല്ലാത്ത മറ്റുള്ള AI സംഭവങ്ങളൊക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ള സോഴ്സുകൾ ലഭിക്കാനും അതുപോലെ നമുക്കുള്ള ചിന്തകളൊന്ന് വർദ്ധിപ്പിച്ച് കിട്ടാൻ, ഒരു ബ്രെയിൻ മാപ്പിങ്ങിന് അല്ലെ ഒരു ബ്രെയിൻ സ്റ്റോമിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പല രീതിയിൽ ഉപയോഗിക്കുന്നവരാണ്. പലരും അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിനുള്ളിലും പുറത്തുമുള്ള പലരും ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് പണം ചെലവഴിക്കുകയും മികച്ച ചിന്തകൾ കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നൊക്കെ ഉണ്ടെങ്കിലും പലപ്പോഴും നമ്മൾ ഇതിന്റെ പ്രശ്നങ്ങളായിട്ട് ഉള്ള പല കാര്യങ്ങളും നമ്മൾ അവഗണിച്ച് കളയാറുണ്ട്. അതായത് ക്രിയേറ്റിവിറ്റിയെ കൊന്നുകളയുമെന്ന് പൊതുവെ പറയാറുള്ള ഒരു സംഭവമാണ്. അതേപോലെ സർവൈലൻസ് എന്ന് പറയുന്നത്, അതായത് മനുഷ്യരെ എത്രത്തോളം നിരീക്ഷിക്കാൻ ഈ ഒരു AI വെച്ച് സാധിക്കുന്നു എന്നുള്ളത്. ഒരു ചെറിയൊരു കണക്ക് പറഞ്ഞിട്ട് തുടങ്ങാമെന്ന് കരുതുന്നു. അതായത് 2010 ആപ്പിൾ എന്നുള്ള കമ്പനിയാണ് ഐഫോണുകൾക്ക് വേണ്ടി മാത്രം തുടങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആയിരുന്നു ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നത്. അപ്പോ ഇപ്പോ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കാത്തത് വളരെ കുറഞ്ഞ ആൾക്കാരെ ഉണ്ടാവുള്ളൂ. ഞാനും ഷാനും പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ അങ്ങനെ ഉണ്ടാവുള്ളൂ. അപ്പോ ഈ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്ന വ്യക്തികളുടെ പറ്റിയിട്ട് മെറ്റ എന്നുള്ള കമ്പനി അവർക്ക്
നമ്മുടെ വാട്സപ്പ് ഒക്കെ തുറക്കുകയാണെന്നുണ്ടെങ്കിൽ മെറ്റ എ ഐ എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും. ഈ മെറ്റ എ ഐക്ക് നമ്മൾ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കാറുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ കുറിച്ച് 3500-ലധികം ഡാറ്റകൾ ഒരു ഇൻസ്റ്റഗ്രാം യൂസറിനെ കുറിച്ച് ഈ മെറ്റ എ ഐക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇൻസ്റ്റഗ്രാമിൽ ഒരു അക്കൗണ്ട് ഉണ്ടായാൽ മതി, നിങ്ങൾ സ്ഥിരം അതിൽ കയറി ഇടപെടണമെന്നൊന്നുമില്ല. നിങ്ങളെ കുറിച്ച് 3500 ഡാറ്റ ഈ എ ഐക്ക് അറിയാൻ സാധിക്കുന്നതാണ് എന്നുള്ള ഒരു പഠനം ഈ അടുത്ത് വരികയുണ്ടായിരുന്നു. അപ്പോ എ ഐക്ക് ഇത്രമാത്രം ഡാറ്റകൾ ലഭിക്കുമ്പോൾ പിന്നെ അമേരിക്കയിലുള്ള ഷാദുൽ ത്വരീഖത്തിന്റെ പ്രധാനപ്പെട്ട ഷെയ്ഖുകളിൽ ഒരാളായിട്ടുള്ള ഷെയ്ഖ് ന്യൂ ഹാമിം കെല്ലർ ഒക്കെ പറയുന്നത് ലോകത്തിൽ ഇന്നേ വരെ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യന്മാരെ സൃഷ്ടിച്ചതിലുള്ള ഏറ്റവും വലിയ ഡാറ്റ അക്യുമുലേറ്റർ, ഡാറ്റ ഏറ്റവും കൂടുതലായിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിട്ട് എ ഐ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് എ ഐ എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും പിന്നെ മനുഷ്യന്മാരെ അങ്ങോട്ട് കൊടുക്കുന്ന ഡാറ്റകൾ മാത്രം അങ്ങനെ പ്രോസസ് ചെയ്ത് തരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ എ ഐയുടെ ആ ഒരു വിജ്ഞാനത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു അക്യുമുലേറ്റഡ് നോളജിന്റെ ആ ഒരു ബാഹുല്യം നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ മുസ്തഫ സുലൈമാന്റെ വാട്ട് ഈസ് എ ഐ റിയലി എന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ട്. അപ്പൊ അതിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നത്, അതായത് ഒരു മനുഷ്യൻ ജനിക്കുന്നത് മുതൽ മരണം വരെയുള്ള കാലത്ത് മുഴുവൻ സമയം ഭക്ഷണത്തിന് പോലും ഉറക്കത്തിന് പോലും പ്രാഥമിക ആവശ്യങ്ങൾ പോലും ഇല്ലാതെ മുഴുവൻ സമയം അവൻ പുസ്തകം വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 8 ബില്യൺ വാക്കുകൾ ഒരു മനുഷ്യനെ അവന്റെ ജീവിതകാലം കൊണ്ട് വായിച്ചു തീർക്കാൻ സാധിക്കും. അതായത് 800 കോടി വാക്കുകൾ ഒരു മനുഷ്യന് വായിച്ചു തീർക്കാൻ സാധിക്കും. എന്നാൽ ഈ ഒരു പ്രസംഗം നടക്കുന്ന ഏകദേശം 1-1.5 വർഷത്തിന് മുമ്പായിട്ടാണ്. അപ്പൊ ആ ഒരു സമയത്തുള്ള ആ ഒരു ഡാറ്റയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. എന്നാൽ ആ ഒരു സമയത്തുള്ള ലാർജ് ലാംഗ്വേജ് മോഡൽസ് ആയിട്ടുള്ള മെറ്റയും അതേപോലെ ജെമിനി, ചാറ്റ് GPT ഒക്കെ 8 ട്രില്യൺ വാക്കുകൾ ഓൾറെഡി സ്റ്റോറേജിലാണ്. 1 ബില്യണിന്റെ 1000 ഇരട്ടിയാണ് 1 ട്രില്യൺ എന്ന് പറയുന്നത്. അപ്പോ ഒരു മനുഷ്യൻ ജീവിതകാലം മുഴുവൻ വായിച്ചാൽ അവന് 8 ബില്യൺ വാക്കുകളാണ് ലഭിക്കുക. 8 ട്രില്യൺ വാക്കുകൾ ഓൾറെഡി അവരുടെയൊക്കെ സ്റ്റോറേജിലായിട്ട് കിടക്കുന്നുണ്ട്. ഓരോ ദിവസം കൂടുമ്പോൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പോ ഇത്രത്തോളം ഡാറ്റ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ നമ്മള് പലപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ചാറ്റ് GPTയോട് അല്ലെങ്കിൽ AI ആയിട്ടുള്ള മറ്റുള്ള ബോട്ടുകൾ ഉപയോഗിക്കുന്ന അവസരത്തിൽ അതിന്റെ ഒരു എൻവയോൺമെന്റൽ ഇമ്പാക്ട് കൂടെ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുകയാണ്. നമ്മൾ ഗൂഗിളിൽ ഒരു കാര്യം സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ എങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കുക എന്ന് സെർച്ച് ചെയ്യണമെന്ന് കരുതുക. അപ്പോ ഒരു 2 യൂണിറ്റ് എനർജിയാണ് അവിടെ, അല്ലെങ്കിൽ 2 ന്യൂട്ടൺ എനർജി അവിടെ ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരൊറ്റ സെർച്ച്, ഇതേ ഒരു സെർച്ച് നമ്മൾ AI ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ബോട്ടിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ എൻവയറമെന്റൽ ഇമ്പാക്ട് എന്ന് പറയുന്നത് ഒരൊറ്റ ഉത്തരം മാത്രമേ അത് തരുന്നുള്ളൂ. നമ്മൾ ഗൂഗിളിലാണെന്നുണ്ടെങ്കിൽ 1 ലക്ഷവും 10 ലക്ഷവും പേജുകൾ അത് ലോഡ് ചെയ്ത് തരും. നമുക്ക് ഇഷ്ടമുള്ളത് നോക്കി ഉണ്ടാക്കാം. അങ്ങനെ ഒരുപാട് കാഴ്ചപ്പാടുകൾ, വ്യത്യസ്തമായിട്ടുള്ള പെർസ്പെക്റ്റീവുകൾ നമുക്ക് കാണാൻ സാധിക്കും, വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികൾ കാണാൻ സാധിക്കും പറഞ്ഞ ഉദാഹരണത്തിലാകുമ്പോൾ. പക്ഷെ ചാറ്റ് GPT അല്ല മറ്റൊരു AI ബോട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഒരു പ്രിസൈസ് ആയിട്ടുള്ള ഒരു ആൻസർ മാത്രം തരുന്നു. എന്നാൽ എൻവയോൺമെന്റൽ ഇമ്പാക്ട് എന്ന് പറയുന്നത് ഏകദേശം 10 മടങ്ങാണ്. ഒരു സെർച്ചിന് എത്രമാത്രം എനർജിയാണോ ഗൂഗിൾ ഉപയോഗിക്കുന്നത് അതിന്റെ 10 ഇരട്ടിയിലേറെ എനർജി ഒരൊറ്റ സെർച്ചിന് വേണ്ടിയിട്ട് AI ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള എനർജി എങ്ങനെ ഉണ്ടാക്കപ്പെടുന്നു, അതിനാവശ്യമായിട്ടുള്ള വെള്ളം എങ്ങനെ സംഭവിക്കപ്പെടുന്നു എന്നുള്ളതൊക്കെ ഒരു എൻവയോൺമെന്റലിസ്റ്റ് ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സംഭവമാണ്. അതിവിടെ വലിയ രീതിയിൽ ചർച്ചക്ക് കൊണ്ടുപോകേണ്ടത് വരുന്നത് ഇസ്ലാമിന്റെ മഖാസിദുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു ചർച്ച കൊണ്ടുപോകാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോ AI എന്ന് പറയുമ്പോൾ ഇത്രത്തോളം നമ്മളെ പറ്റി ഡാറ്റകൾ അറിയുന്നു എന്ന് പറഞ്ഞു. ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്ന എത്രയോ പേരുള്ള ഇവിടെ ഓരോരുത്തരെ കുറിച്ച് 3500-ലേറെ ഡാറ്റ ഇപ്പോ മെറ്റയുടെ AIക്ക് മാത്രം അറിയാവുന്നതുണ്ട്. അപ്പോ AI പലപ്പോഴും നമ്മള് പിന്നെ മുസ്തഫ സുലൈമാന്റെ വീഡിയോയുടെ വിഷയത്തിലാണ് തുടങ്ങിയത്. അതായത് ആ 8 ട്രില്യൺ വാക്കുകൾ അറിയുമെന്ന് പറയുന്നതിൽ ഈ 8 ട്രില്യൺ വാക്കുകൾ എന്ന് പറയുന്നത് ഒരാളുടെ മാത്രം കാഴ്ചപ്പാടുകളല്ല. മനുഷ്യന്മാർ ആദ്യകാലത്തെ മനുഷ്യന്മാർ മുതൽ ഇന്ന് വരെയുള്ള മനുഷ്യന്മാർ എന്തൊക്കെ ചിന്തിച്ച് അവരൊക്കെ എന്തൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടോ അതൊക്കെ കൂടെയാണ് നമ്മൾ ഇതിന് കൊടുക്കുന്നത്. അതായത് മനുഷ്യകുലം മുഴുവൻ AI ആയിട്ട് മനുഷ്യന്മാരുടെ എല്ലാ മനുഷ്യന്മാരുടെയും ബുദ്ധി ഒരു സ്ഥലത്തൊന്ന് ഒന്ന് ഇങ്ങനെ ഫ്യൂസ് ചെയ്ത് വെച്ച ഒരു സംഭവമാണ് AI എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. എല്ലാ മനുഷ്യന്മാരുടെയും ചിന്തയുടെ ഒരു അഗ്രിഗേറ്റഡ് വോള്യം ആയിട്ട് നമുക്ക് AI കാണാം. അപ്പൊ അതിനൊരിക്കലും പിന്നെ പ്ലാഗിയറിസം എന്നുള്ള പ്രശ്നമൊന്നും പറയണ്ട, കമ്മ്യൂണിറ്റേറിയനിസം വാദിച്ചാൽ പോലെ നമുക്ക് നമ്മുടെ സഹോദരന്മാരായിട്ടുള്ള മറ്റുള്ളവരുടെ ഐഡിയ നമ്മൾ ഉപയോഗിക്കുന്നതിന് ഒരു പ്രശ്നമില്ലല്ലോ. അപ്പൊ മനുഷ്യകുലത്തോടാണ് നമ്മൾ എന്ത് സംശയം ചോദിക്കുന്നത്, അവരാണ് നമ്മുടെ സംശയം തീർത്തു തരുന്നത്. അപ്പൊ AI ഒരിക്കലും ഒരു ഹ്യൂമാനിറ്റിക്ക് ഒരു ത്രെറ്റ് ആയിട്ട് കാണേണ്ടതില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ ആ ഒരു നെഗറ്റീവ് ഒക്കെ പോകുന്നത്. അപ്പൊ ഇസ്ലാമിലെ എത്തിക്സ് ആയിട്ട് ഇത് ബന്ധപ്പെട്ട് കിടക്കുന്ന ചില അവസരങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യം ഇസ്ലാമിന്റെ മഖാസിദ് ശരിയ എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിൽ വരുന്ന 5 അല്ലെങ്കിൽ 6 മാക്സിമുകളാണ് പൊതുവെ നമുക്ക് കാണാൻ സാധിക്കാറുള്ളത്. ഒന്ന് ഹിഫ്ളുദ്ദീൻ, നമ്മുടെ മതം സംരക്ഷിക്കുക. അതേപോലെ ഹിഫ്ളുൻ നസ്ൽ, നമ്മുടെ അടുത്തൊരു തലമുറക്ക് ആവശ്യമാകുന്ന രീതിയിൽ നമ്മുടെ പ്രോജനിയെ സംരക്ഷിക്കുക. അതേപോലെ ഹിഫ്ളുൽ മാല്, ഹിഫ്ളുൽ അഖല്, ഹിഫ്ളുൻ നഫ്സ്. പിന്നെ ചില കിതാബുകളിലും ചില പണ്ഡിതന്മാരൊക്കെ ഹിഫ്ളുൽ ബി, അതായത് പ്രകൃതി സംരക്ഷണം എന്നുള്ളത് കൂടി ഉൾപ്പെടുത്താറുണ്ട്. അപ്പൊ AI ചെയ്യുന്ന കാര്യങ്ങളിൽ, അതായത് ഇപ്പൊ ഇസ്രായേലും ഫലസ്തീനും യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു, അമേരിക്ക ഒക്കെ ഇടപെട്ടു, പിന്നെ ഒരു
ചെറിയൊരു ഉടമ്പടിയിലേക്കൊക്കെ എത്തിയെന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ അതിനുശേഷം 500 തവണയിലേറെ ആ ഒരു കരാർ ലംഘിക്കപ്പെട്ടിട്ടുണ്ട് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഓരോ പ്രദേശത്തും നമ്മൾ കറക്റ്റായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര ആൾക്കാർ കൊല്ലപ്പെട്ടു, ഇത്ര ആൾക്കാർ കൊല്ലപ്പെട്ടു. ഒരിക്കലും ഇസ്രായേൽ നിക്ഷേപിക്കുന്ന ഒരു ബോംബും ആളുകൾ കൊല്ലപ്പെടാതെ നഷ്ടപ്പെട്ടു പോകുന്നില്ല എന്നുള്ള ഒരു സംഭവമാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടതായിട്ട്. അതായത് എവിടെയൊക്കെയാണ് ബോംബ് ഇടേണ്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ള മാപ്പിംഗ് വരുന്നത്. അതായത് നമ്മൾ പലപ്പോഴും നോക്കുമ്പോൾ എന്താണ് കാണാറുള്ളത്, ഇന്നാലിന്റെ സ്ഥലത്തുള്ള ഹോസ്പിറ്റലിന്റെ അടുത്ത്, ഇന്നാലിന്റെ സ്ഥലത്തുള്ള ബങ്കറില്, ഇന്നാലിന്റെ സ്ഥലത്തുള്ള അനാഥകൾ താമസിക്കുന്ന സ്ഥലത്ത്. അപ്പൊ കൃത്യമായിട്ട് ഈ ഒരു ലൊക്കേഷൻ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ AI ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്രത്തോളം കൃത്യമായിട്ട് എവിടെയൊക്കെയാണ് ഈ ഒരു ആക്രമണം നടത്തേണ്ടത് എന്നുള്ള ഒരു ലൊക്കേഷൻ സ്പോട്ടിങ് നടത്തുന്നത് AI ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പൊ ഇത് ഇപ്പോ ഇസ്രായേല് ഫലസ്തീനിൽ മാത്രം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എക്സ്പെരിമെൻഷ്യൽ ഘട്ടത്തിലുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോ ഈ ഒരു AI സിസ്റ്റംസ് വർക്ക് ചെയ്യുന്നത്. ഇനിയിപ്പോ ഗ്ലോബൽ ലെവലിലേക്ക് അത് എക്സ്പോർട്ട് ചെയ്യപ്പെടും. അപ്പൊ അതിന് വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറാണെന്ന് പറഞ്ഞിട്ട്, അതായത് അതിനെ ചെറുക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ നമ്മളെല്ലാവരും തയ്യാറാണെന്ന് പറഞ്ഞിട്ട് ഇബ്തിഹാൽ അബു സഊദിന്റെ ഒരു പ്രസംഗമൊക്കെ ഈ അടുത്തുണ്ടായിരുന്നു. അപ്പൊ ഇസ്ലാമിക് എത്തിക്സില് ഈ ഒരു സംഭവം വരുമ്പോ നമ്മള് നേരത്തെ ന്യൂ ഹാമിം കെല്ലർ പറഞ്ഞതല്ലേ, നമ്മൾ സംശയം ചോദിക്കുമ്പോൾ ഒരൊറ്റ ഉത്തരം മാത്രമാണ് തരുന്നത്. അപ്പൊ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ അതിനങ്ങോട്ട് ആശ്രയിച്ച് പോവുകയാണ്. ഇപ്പൊ എങ്ങനെയാണ് ഒരു ബിരിയാണി ഉണ്ടാക്കാന്ന് വെച്ചാൽ അത് ഒരൊറ്റ അടിക്കാനായിട്ട് തരും. അള്ളാഹുവാണ് ദൈവം എന്ന് എങ്ങനെയാണ് സ്ഥാപിക്കാന്ന് വെച്ചാൽ ഒരൊറ്റ തെളിവ് പറഞ്ഞത് അങ്ങ് വെച്ച് തരും. അതിനപ്പുറത്തേക്ക് പിന്നെ നമ്മൾ ചിന്തിക്കാൻ നിൽക്കുന്നില്ല. അപ്പൊ പക്ഷെ നമ്മൾ ഗൂഗിളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സാധനങ്ങൾ തരുന്നു, നമ്മൾ ഏതെല്ലോ കയറി നോക്കുന്നു, അങ്ങനെ ഒരുപാട് കാഴ്ചപ്പാടുകൾ നമുക്ക് കിട്ടുന്നു. അപ്പൊ ഒരു കാഴ്ചപ്പാടിനെ വ്യത്യസ്ത കോണുകളിൽ നിന്ന് കാണാനുള്ള ഒരു പോസിബിലിറ്റി, ഒരു പിന്നെ ചാൻസ് കൂടി നമുക്ക് ഗൂഗിൾ പോലത്തെ സംഭവങ്ങൾ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. എന്നാൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലല്ല പറയുന്നത്. അപ്പോ AI എത്തിക്സിനെ ബാധിക്കുന്ന വിഷയത്തിൽ നമുക്ക് രണ്ട് രീതിയിൽ അതിനെ കാണാൻ സാധിക്കും. പ്രധാനമായിട്ട് രണ്ട് രീതിയിലാണ് എത്തിക്സ് നമ്മൾ പറയാറുള്ളത്. ഒന്ന് ആന്ത്രോപോസെൻട്രിക്, അഥവാ മനുഷ്യ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട്, അതായത് വെസ്റ്റേൺ അല്ലെങ്കിൽ സെക്കുലർ എന്ന് വേണമെങ്കിലൊക്കെ അതിന് പറയാം. പിന്നെ അതേപോലെ തിയോസെൻട്രിക് ആയിട്ട് ദൈവത്തിനെ പ്രധാനമായിട്ട് സ്ഥാപിച്ചുകൊണ്ട് നമ്മുടെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടും. അപ്പോൾ മനുഷ്യന്മാരെ സ്ഥാപിച്ചുകൊണ്ടുള്ള സംഭവം എന്ന് പറയുമ്പോൾ മനുഷ്യന്മാർക്ക് ഏറ്റവും കൂടുതൽ എങ്ങനെയാണ് ഉപകാരം കിട്ടുന്നത്, അതിനുവേണ്ടി AI മാറ്റി കൊടുക്കുക. AI കാരണത്താൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനുള്ള ഡാറ്റ നമ്മൾ കൊടുക്കുന്ന അവസരത്തിൽ അതൊന്ന് മോണിറ്റർ ചെയ്ത് കൊടുക്കുക, അതിന് നല്ല ഡാറ്റ മാത്രം കൊടുക്കുക എന്ന് പറയുന്ന ആ ഒരു കാഴ്ചപ്പാടാണ്. ഇത് വെസ്റ്റിന്റെ എത്തിക്സ് ആണ് അവിടെ കാണുന്നത്. അഥവാ യൂട്ടിലിറ്റാരിയനിസം, നിയോ ലിബറലിസം, ക്യാപിറ്റലിസം, പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഈ 4 ആശയങ്ങളാണ് അതിന്റെ ഭാഗമായിട്ട് വരാറുള്ളത്. ഇനി ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ഭൂമിയിലുള്ള എല്ലാത്തിനെയും മനുഷ്യർക്ക് തസ്ഖീർ ചെയ്തു തന്നിരിക്കുന്നു, എല്ലാ മനുഷ്യരും ഉപയോഗിക്കാൻ വേണ്ട രീതിയിൽ കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ തന്നെ ഇനി ജാഇലുൻ ഫിൽ അർളി ഖലീഫ എന്ന് പറയുന്ന ഒരു അവസരമുണ്ട്, ഞാൻ ഭൂമിയിൽ എൻ്റെ ഒരു പ്രതിനിധിയെ നിയോഗിക്കാൻ പോവുകയാണെന്ന്. ഹദീസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന ദുനിയ ഹുൽവത്തുൻ ഖദാ വ ഇന്നല്ലാഹ യസ്തഖ്ലിഫുകും ഫീഹാ വ ഇന്നല്ലാഹു മുസ്തഖ്ലിഫുകും ഫീഹാ, രണ്ട് റിവായത്തുണ്ട്. ഇന്നല്ലാഹ യസ്തഖ്ലിഫുകും ഫീഹാ ഫയൻദുർ കൈഫ തഅമലൂൻ, അല്ലാഹു മനുഷ്യന്മാരെ, അതായത് നിങ്ങളെ എല്ലാവരെയും ഇവിടെ നിയോഗിക്കുന്നത് അവന്റെ പ്രതികർത്താക്കളായിട്ട് ഇവിടെ നിയോഗിക്കുന്നത് നിങ്ങൾ ഇവിടെ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നോക്കാനായിട്ട്. അതാ ഈ ഖിലാഫത്ത് എന്നുള്ള ഒരു കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, തൗഹീദ്, ഖിലാഫത്ത്, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു അമാനത്ത് എന്നുള്ള ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇസ്ലാമിന്റെ ഒരു വേൾഡ് വ്യൂ എന്നുള്ളത് എപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഈ ഒരു ലോകത്തിൽ നമ്മൾ ചെയ്യേണ്ട കർമ്മം എന്ന് വെച്ചാൽ ഇസ്ലാഹ് എന്നുള്ളതാണ്. അള്ളാഹു ഖുറാനിൽ പറയുന്ന ഒരു സംഭവമുണ്ട്, പിന്നെ അള്ളാഹു ഈ ഒരു ഭൂമിയെ ഇസ്ലാഹ് ചെയ്തതിനു ശേഷം അവിടെ ഫസാദ് ഉണ്ടാക്കുന്നതിനേക്കാൾ മോശപ്പെട്ടിട്ടുള്ള, അതിനേക്കാൾ വാല്യമായിട്ടുള്ള ആരാണുള്ളത് എന്നൊക്കെ ഖുറാൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതായത് ഇസ്ലാഹ് എന്നുള്ള ഒരു സംഭവം, ഭൂമിയിൽ താഴ്മീർ, ഭൂമിയിൽ ജനവാസം ഉണ്ടാക്കുക, അതും അവർക്ക് ഏറ്റവും നല്ല രീതിയിലായിട്ട്, ഭൂമിയിലെ ജനങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ, അതായത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും നല്ല രീതിയിലായിട്ട് ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ ഭൂമിയിലുള്ള സംഭവങ്ങളെ മാറ്റിക്കൊടുക്കുക എന്നുള്ളതാണ് മനുഷ്യന്മാരുടെ ഡ്യൂട്ടി ആയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഖുർആനിലും ഹദീസിലൂടെ ആയിട്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതും പ്രവാചകന്മാരുടെ ശേഷമുള്ള യഥാർത്ഥമായിട്ടുള്ള അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഒക്കെ നേതാക്കന്മാരൊക്കെ നമുക്ക് ജീവിച്ച് കാണിച്ചു തന്നിട്ടുള്ളതും. അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാടിൽ നമുക്ക് നോക്കുമ്പോൾ ഇസ്ലാമിനെ ഡിയോണ്ടോളജിക്കൽ അല്ലെങ്കിൽ ടീലിയോളജിക്കൽ എന്ന് പറയാൻ പറ്റും. അതായത് എന്തെങ്കിലുമൊക്കെ റൂൾസ് വെച്ചിട്ട് ഈ ഒരു AI കൺട്രോൾ ചെയ്താൽ മതിയോ, അല്ലെങ്കിൽ ടീലിയോളജിക്കൽ എന്തെങ്കിലും ഒരു പർപ്പസ് വെച്ചുകൊണ്ട്, ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് അതിനനുസരിച്ച് AI പരിവർത്തിപ്പിച്ചെടുക്കണം എന്നുള്ള ഒരു ചർച്ചയാണ് പൊതുവെ നടക്കാറുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞ ആന്ത്രോപോസെൻട്രിക് ആകുമ്പോൾ, അതായത് മനുഷ്യ കേന്ദ്രീകൃതമായിട്ട് അല്ലെങ്കിൽ പാശ്ചാത്യ ചിന്താഗതിയിൽ നിന്ന് നോക്കുമ്പോൾ ഡിയോണ്ടോളജിക്കൽ, കുറച്ച് റൂൾസ് വെച്ചാൽ മതി, ഇന്നാലിന്റെ ലിമിറ്റുകൾ വെച്ചാൽ മതി എന്നാണ് പറയുക. അതായത് പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമില്ല. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞതുപോലെ തൗഹീദ് എന്ന് പറയുന്ന ആ ഒരു ലക്ഷ്യം, അല്ലെ ഖിലാഫത്ത് അള്ളാഹുവിന്റെ അമാനത്ത് കൃത്യമായിട്ട് നിർവഹിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മനുഷ്യന്മാർക്ക് ഉള്ളതുകൊണ്ട് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എപ്പോഴും ടീലിയോളജിക്കൽ, ഒരു പർപ്പസ് ഡ്രൈവൻ ആയിട്ട്, ഒരു കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യം ഉണ്ടാകും, അതിലേക്ക് പോകുന്ന വ്യത്യസ്ത വഴികൾ അന്വേഷിക്കുകയാണ് പൊതുവെ ചെയ്യാറുള്ളത്. അപ്പോ AI കാരണത്താൽ ഇപ്പോൾ ഒരാൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവുകയാണെന്ന് കരുതുക.
ഉദാഹരണത്തിന് നമ്മൾ പലപ്പോഴും ഗൂഗിൾ ഫോട്ടോസ് എന്നുള്ള ആപ്പ് ഉപയോഗിക്കാറുള്ളതാണ്. അതിൽ നമുക്ക് ഫേസ് റെക്കഗ്നിഷൻ എന്നുള്ള ഒരു ഫീച്ചർ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഈ അടുത്തായിട്ടുള്ള ചില പഠനങ്ങളിലൊക്കെ നോക്കുമ്പോൾ ഈ ഫേസ് റെക്കഗ്നിഷനിൽ കറുത്ത മുഖങ്ങൾ, അതായത് ആഫ്രിക്കൻ ഡിസെന്റ് എന്ന് പറയുന്ന ആ തരത്തിലുള്ള മുഖങ്ങൾ ഗൂഗിളിന്റെ AI റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. അതായത് അവർക്ക് ട്രെയിൻ ചെയ്യിക്കുന്ന ഡാറ്റകൾ മുഴുവൻ ഒരു വെസ്റ്റേൺ ഭാഗത്ത് നിന്ന്, അതായത് ഇതിന്റെയൊക്കെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ എന്ന് പറയുമ്പോൾ യൂറോപ്പും അതേപോലെ അമേരിക്കയാണല്ലോ. അപ്പൊ ഈ ഒരു പ്രദേശത്തുള്ള ആ ഒരു വൈറ്റ് സ്കിൻ കളർ മാത്രം ഇങ്ങനെ ട്രെയിൻ ചെയ്തിട്ട് പലപ്പോഴും ഈ ഒരു ബ്ലാക്ക് സ്കിൻ കളർ ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ അതിനെ വേണ്ട രീതിയിൽ പരിഗണിക്കാതെ അതിനെ റെക്കഗ്നൈസ് ചെയ്യാണ്ട് പോകുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. അതേപോലെ ചിലപ്പോഴൊക്കെ നമ്മളൊക്കെ ലോണിന് അപേക്ഷിക്കുന്ന അവസരത്തിൽ നമ്മുടെ ഫേസ് നോക്കിയിട്ട് നമ്മുടെ ഫിംഗർ പ്രിന്റ് ഒക്കെ നോക്കിയിട്ട് നമ്മുടെ ഡിസെന്റ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ചിലപ്പോൾ മാത്രം നമുക്ക് ലോൺ തരികയും ചെയ്യുന്ന തരത്തിലുള്ള ചില സിസ്റ്റങ്ങളൊക്കെ ഇപ്പോൾ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇന്ത്യയിലൊന്നും അത്രത്തോളം വ്യാപകമായിട്ട് അത് എത്തിയിട്ടില്ല എന്നുള്ളത് ഇന്ത്യയുടെ ഒരു ടെക്നോളജിക്കൽ ഗ്യാപ്പായിട്ട് മാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ഇന്നവൽ അഅ്മാലു ബിന്നിയാത്ത്, എന്ത് കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിന് പിന്നിലുള്ള നിയ്യത്ത് നോക്കണം. പക്ഷെ ഈ നിയ്യത്ത് ഉണ്ടാവുക എന്നുള്ളത് 4 ഷർത്ത് ഉണ്ടാകുമ്പോഴാണ്. അതില് 1-2 ഷർത്തൊക്കെ ഏക്ക് ഉണ്ട് എന്ന് പറയാം. അതായത് മനുഷ്യൻ എന്ന് പറയുമ്പോൾ റൂഹ് എന്നുള്ള ഒരു സംഭവം വേണം, നഫ്സ് എന്നുള്ള ഒരു സംഭവം വേണം, അഖല് എന്നുള്ള ഒരു സംഭവം വേണം, ഫിത്രത്ത് എന്നുള്ള ഒരു സംഭവം വേണം. അതായത് അഖലിനെ ഏകദേശം ഒക്കെ ഇമിറ്റേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സിമുലേറ്റ് ചെയ്യാനായിട്ട് AIക്ക് സാധിക്കുന്നുണ്ട്. മനുഷ്യൻ ചിന്തിക്കുന്ന രീതിയിലൊക്കെ AI ചിന്തിക്കുന്നു, അല്ലെങ്കിൽ മനുഷ്യൻ ചിന്തിക്കുന്നതിനേക്കാൾ ഓവർ ദി ടോപ്പ് ആയിട്ടുള്ള രീതിയിലൊക്കെ AIക്ക് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ട്. ഔട്ട് ഓഫ് ദ ബോക്സ് എന്ന് പറയുന്ന രീതിയിലൊക്കെ AI ചിന്തിച്ചു പോകുന്നുണ്ട്. അപ്പൊ അക്കല് എന്നുള്ളത് ഇനിയിപ്പോ നമ്മൾ AIക്ക് ഉണ്ടോ ഇല്ല എന്നുള്ളത് വേറെ ചർച്ച. ഉണ്ട് എന്നുള്ളത് സമ്മതിക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു റൂഹ് എന്നുള്ളത്, ഈ റബ്ബി എന്ന് പറയുന്ന ആ ഒരു സംഭവം, അതായത് അള്ളാഹു ആദം നബിയെ സൃഷ്ടിച്ചു, ആദം നബിയുടെ ശരീരത്തിലേക്ക് അള്ളാഹുവിന്റെ റൂഹിൽ നിന്നൊരു ഭാഗം ഊതി കൊടുത്തു. അപ്പൊ ആ ഒരു അള്ളാഹുവിന്റെ ആ ഒരു ഫലഫഖ്ന ഫീഹി മിൻ റൂഹിന എന്ന് പറയുന്ന ആ ഒരു സംഭവം, ആ ഒരു ദൈവികമായിട്ടുള്ള സ്പിരിറ്റ് AIക്കില്ല. സൃഷ്ടിപ്പിനെ നമുക്ക് 2 രീതിയിൽ കാണാൻ പറ്റും. ഇതിനിടക്ക് വേറൊരു സംഭവം കൂടി ചർച്ച ചെയ്യാണ്. അതായത് ഒന്ന് ഖൽഖ് എന്ന് പറയുന്നതും സുന്അ എന്ന് പറയുന്നതും. ഖൽഖ് എന്ന് പറഞ്ഞാല് പിന്നെ ഇഖ്റാജു ഷൈഇ മിനൽ അദ്മി ഇലൽ വുജൂദ്, ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു ക്രിയേഷൻ എക്സ് നൈഹിലോ എന്ന് പറയുന്ന ആ ഒരു സംഭവം, അതായത് ഒന്നുമില്ലായ്മയിൽ നിന്ന് പിന്നെ ഒരു സംഭവത്തിന് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഖൽഖ് എന്ന് പറയുന്നത്. സുന്അ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഉള്ള സംഭവങ്ങളൊന്ന് പുതിയ രീതിയിൽ റീകോൺഫിഗർ ചെയ്തിട്ട് പുതിയ രീതിയിലുള്ള തർക്കീബിലൂടെ പുതിയ സംഭവം രൂപപ്പെടുത്തുക എന്നുള്ളത്. അപ്പൊ അള്ളാഹുവിന്റെ ഖൽഖായിട്ടുള്ള മനുഷ്യന് അള്ളാഹു നൽകിയിട്ടുള്ളതാണ് ഈ റൂഹ്, നഫ്സ്, അഖല്, ഫിത്രത്ത് എന്ന് പറയുന്ന സംഭവം. പക്ഷെ AIയിലേക്ക് നോക്കുമ്പോൾ AI എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ഡാറ്റകളും കൂടി ഒന്ന് ക്രോഡീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഓൾറെഡി ഉള്ള എലമെന്റ്സുകളെ ഒരു റീകോൺഫിഗറേഷൻ നടക്കുന്ന കാരണത്താൽ ഇതൊരിക്കലും ഹൽക്കല്ല, മറിച്ച് സുന്അ എന്നുള്ളതാണ്. സുന്അ ആയിട്ടുള്ള AIക്ക് ഒരിക്കലും റൂഹ് ഉണ്ടാവുകയില്ല, ഫിത്രത്തും ഉണ്ടാവുകയില്ല. അപ്പൊ ഒരു എന്താണ് മൊറാലിറ്റി എന്ന് പറയാനുള്ള ഒരു, അല്ലെങ്കിൽ എന്താണ് മോറലായിട്ട് ശരി എന്ന് പറയാനുള്ള ഒരു ധാർമ്മികത എന്നുള്ള സംഭവം അല്ലെങ്കിൽ നൈതികത എന്നുള്ളത് AIയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സാധ്യമായിട്ടുള്ളതല്ല. അതുകൊണ്ട് നിയത്ത് എന്നുള്ള ഒരു സംഭവം AIക്ക് ഉണ്ടാകുന്നതല്ല. അത് കാരണത്താൽ AIക്ക് ഇന്നവൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന് പറഞ്ഞതുപോലെ, അതായത് നമ്മളൊരു അമല് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള നിയത്ത് നോക്കിയിട്ടാണ് അതിനുള്ള ഹിസാബ് ഉണ്ടാവുക, അതിന് നമ്മൾ മസ്ഊലിയത്ത് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ AIക്ക് നിയത്ത് എന്നുള്ള സംഭവം ഇല്ലാത്തതുകൊണ്ട് AI ചെയ്യുന്ന അമലുകൾ AI ചെയ്യുന്നതായിട്ട് വരില്ല. അത് ആരാണോ അതിനെ പ്രോഗ്രാം ചെയ്യുന്നത് അവരുടെ ഒരു മിറർ എന്നുള്ള രീതിയിൽ മാത്രം AI പ്രവർത്തിക്കുന്ന ഒരു ടൂൾ മാത്രമാണ്. അപ്പൊ ഇതിന്റെ മസ്ഊലിയത്ത് എന്നുള്ളത് എല്ലാ കാലത്തും മനുഷ്യനിലേക്ക് തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ വരുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് അതിന് കൊടുക്കുന്നത്? നമ്മൾ അതിനെ കൊടുക്കുമ്പോൾ അത് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു, അല്ലെങ്കിൽ ഈ ഡീപ് ലേണിംഗ്, മെഷീൻ ലേണിംഗ് എന്നൊക്കെ പറയുന്ന സംഭവത്തിൽ പുതിയ കാര്യങ്ങൾ അത് പഠിക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് അതെന്താണ് പഠിക്കുന്നത് എന്ന് നിശ്ചയിക്കുന്നത് ഇപ്പോഴും മനുഷ്യന്മാർ തന്നെയാണ്. AGI എന്ന് പറയുന്ന അല്ലെങ്കിൽ ASI എന്ന് പറയുന്ന സംഭവങ്ങളൊന്നും ഇപ്പോഴത്തെ അവസ്ഥയിൽ ലോകത്ത് പിന്നെ കൃത്യമായിട്ട് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ അധികം വൈകാതെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും പെട്ടെന്ന് തന്നെ അത് സാധ്യമാകും എന്നുള്ള ഒരു അർത്ഥത്തിലാണ് സാം ആൾട്ട്മാന്റെ ഒക്കെ ടോക്കുകളൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അത് വന്നാലും ഇല്ലെങ്കിലും ഇപ്പോഴത്തെ AIക്ക്, ഈ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള AIക്ക് ഒരിക്കലും സ്വന്തമായിട്ടുള്ള ചിന്ത അല്ലെങ്കിൽ ഈ ഒരു മോറൽ ഏജൻസി എന്ന് പറയുന്ന ആ ഒരു സംഭവം ഇല്ല. അപ്പോ ഈ ഒരു അവസരത്തിൽ AI എന്തെങ്കിലും ചെയ്താൽ AI കാരണത്താൽ ഉണ്ടാകുന്ന പിഴവുകള്, ഹിഫ്ദുൻ നഫ്സ് എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിൽ നമുക്ക് നോക്കുമ്പോൾ AI നമ്മൾ ഒരുപാട് ഇപ്പോ അടുത്ത കാലത്തൊക്കെ ആയിട്ട് ചികിത്സയിൽ വലിയ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അതായത് AI റോബോട്ടുകൾ വന്നിട്ട് ചികിത്സ ചെയ്യുന്ന, മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്ന പിഴവുകളൊന്നും ഉണ്ടാകാതിരിക്കാൻ. ഇപ്പോൾ AI പെട്ടെന്ന് മാൽ ഫംഗ്ഷൻ ചെയ്യുകയാണ്, അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഡാറ്റ മിസ്സായി പോവുകയാണെങ്കിൽ AI ചെയ്യുന്ന ഒരു പ്രവർത്തിക്ക് AI കാരണത്താൽ ഇപ്പോൾ ഒരു മനുഷ്യന് ജീവൻ അപകടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആരാണ് അതിന് ഉത്തരവാദികളാവുക എന്നുള്ളതിന് ഇസ്ലാം പറയുന്നത് ആരാണോ അതിന് പ്രോഗ്രാം ചെയ്തത് അവരാണ് അതിനുള്ള ഉത്തരവാദികളാവുക. അവരതിന് കൃത്യമായിട്ടുള്ള ഒരു പ്രൊവിഷൻസ് നൽകിയില്ല എന്നുള്ളതാണ് ഇസ്ലാം പറയുന്നത്. എന്നാൽ വെസ്റ്റേൺ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ അവരെ ബിസിനസ്സിലെ ഹരാരി പറയുന്ന മറ്റൊരു സംഭവം ഉണ്ട്. അതായത്
കഴിഞ്ഞ കുറച്ച് നൂറ്റാണ്ടുകളിൽ അല്ലെങ്കിൽ ആധുനിക കാലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തം എന്ന് പറയുന്നത് കോർപ്പറേറ്റുകൾ എന്ന് പറയുന്ന സംഭവമാണ്. അതായത് ലിമിറ്റഡ് ലയബിലിറ്റി കോർപ്പറേഷൻസ് എന്ന് പറയുന്ന ആ ഒരു സംഭവമാണ്. അതായത് ആ ഒരു രീതിയിലുള്ളത് പോലെ എ മാറ്റിയെടുക്കുക. കമ്പനികൾക്ക് ഒരു ലീഗൽ പേഴ്സൺഹുഡ് എങ്ങനെയാണോ നമ്മൾ സ്ഥാപിച്ചിട്ടുള്ളത്, കഥകളിലൂടെ നമ്മൾ അങ്ങനെ സ്ഥാപിച്ചത് എന്ന് പോലെയാണ് ഹരാരി പറയുക. എല്ലാം കഥകളാണ്. മതം എന്ന് പറയുന്ന ഒരു കഥയാണ്, പണം എന്ന് പറയുന്ന ഒരു കഥയാണ്. അത് ആ ഒരു കഷ്ണത്തിന് ഇത്ര വാല്യൂ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ അതെല്ലാവരും അങ്ങനെ അംഗീകരിക്കുന്നു. അതിനങ്ങനെ വാല്യൂ വരുന്നു. മതം എന്നുള്ള ഒരു സംഭവം ഉണ്ടെന്ന്, ഈ ആകാശത്തിന് മുകളിൽ സിംഹദേവൻ ഉണ്ടെന്ന് കരുതുന്നു. അങ്ങനെ അദ്ദേഹം പറയുന്നു നിങ്ങളോട് അപ്പുറത്തെ നാട്ടിൽ പോയി യുദ്ധം ചെയ്യാൻ പറയുന്നു. അങ്ങനെ അവരെല്ലാവരും യുദ്ധം ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു കൂടുതൽ കഥകളിൽ എല്ലാവരും വിശ്വസിക്കുമ്പോൾ അത് മതമായി രൂപപ്പെടുന്നു എന്നുള്ള രീതിയിൽ വളരെ റിഡക്ഷനിസ്റ്റും സിംപ്ലിസിസ്റ്റും ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ഹരാരിയുടെ കഥ പറയുന്നത്. അപ്പോ ഇത്തരത്തില് പിന്നെ പലപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾക്ക് ക്കും ഒരു ലീഗൽ പേഴ്സൺഹുഡ്, ഒരു മനുഷ്യനെ പോലെ ഒരു സിറ്റിസൺ ആയിട്ടൊക്കെ നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ ഈ ഒരു വ്യക്തികൾക്ക് അതിന് പ്രശ്നമില്ലല്ലോ എന്നുള്ള കാഴ്ചപ്പാടാണ് വെസ്റ്റിന്റെ ഭാഗത്തു നിന്ന് വരാറുള്ളത്. അപ്പൊ ഇതിന് ക്ക് വരുന്ന യും എത്തിക്സ് വലിയ രീതിയിൽ ചർച്ച ആവുന്ന ചില വിഷയങ്ങളിൽ ഒന്നാണ് ഇപ്പൊ പറഞ്ഞതിന് പുറമെ ആയിട്ട് പിന്നെ പ്രൈവസി എന്നുള്ളത്. അതായത് നേരത്തെ പറഞ്ഞ ഒരു സംഭവം, നമ്മൾ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ കുറിച്ചുള്ള 3500-ലേറെ ഡാറ്റകളെ മെറ്റയ്ക്ക് മാത്രമായിട്ട് ലഭിക്കുന്നുണ്ട് എന്നുള്ളത്. അതേപോലെ നമ്മൾ പിന്നെ മറ്റുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന അവസരത്തിൽ നമ്മളിപ്പോ വാട്സപ്പിൽ നോക്കുകയാണെങ്കിൽ പിന്നെ എൻഡ് ടു എൻഡ് ഇൻക്രിപ്ഷൻ എന്നൊക്കെ കാണാൻ സാധിക്കും. പക്ഷെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന വോയിസുകളൊക്കെ അത് അവിടെ സ്റ്റോർ ആയി കിടക്കുകയും ചെയ്യും. ബാക്കപ്പ് ചെയ്യുന്ന അവസരത്തിൽ മാത്രം നമുക്ക് തിരിച്ചു കിട്ടുന്നു. അപ്പൊ ഇതിന് പിന്നിലൊക്കെ, അല്ലെങ്കിൽ നമ്മളിപ്പോ ഏതെങ്കിലുമൊക്കെ വെബ്സൈറ്റുകൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് കാംബ്രിഡ്ജിന്റെ സൈറ്റിൽ നിന്ന് നിങ്ങൾ ഒരു ആർട്ടിക്കിൾ ഡൗൺലോഡ് ചെയ്യാണ് കരുതുക. അപ്പൊ അതിനുവേണ്ടി നമ്മൾ കയറുമ്പോൾ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സൈറ്റിൽ നമ്മൾ കയറുമ്പോൾ അതിൽ അക്സെപ്റ്റ് ഓൾ കുക്കീസ് അല്ലെങ്കിൽ റിജക്ട് അൺനെസസറി കുക്കീസ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് ഈ കുക്കീസ് എന്നുള്ളത് അവർ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇവര് നമ്മുടെ അടുത്ത് നിർബന്ധമായിട്ട് സ്വീകരിക്കുന്ന ഡാറ്റ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അപ്പൊ അവിടെ ഇസ്ലാമിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഒരു ട്രാൻസാക്ഷനിൽ ആ ഒരു ആംബിഗ്വിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗറർ എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നുണ്ട്. ഫ്രീ ആയിട്ട് നമുക്ക് പല കാര്യങ്ങളും നൽകുന്നുണ്ടെങ്കിലും നമ്മൾ അവരുടെ സൈറ്റ് എത്രത്തോളം നേരം ഉപയോഗിക്കുന്നോ, ഏതൊക്കെ സംഭവങ്ങൾ നമ്മൾ കയറി ചെക്ക് ചെയ്യുന്നു എന്നുള്ള ആ ഒരു ഡാറ്റ ട്രെയിൽ നമ്മൾ എത്രത്തോളം നേരം അതിൽ ചെലവഴിക്കുന്നു, അതിൽ നിന്ന് അവർക്ക് മനസ്സിലാക്കിയെടുക്കുന്ന ഡാറ്റ, അതാണ് നമ്മൾ അവർ ചെയ്യുന്ന ആ ഒരു സേവനത്തിന് നൽകുന്ന സമന്. ഫിഖയുടെ ഭാഗമാണത്. സമന് മബിയ എന്ന് പറയുന്ന സംഭവം നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് നമ്മുടെ ഡാറ്റയാണ്. പക്ഷെ അതിന് പിന്നെ നമ്മൾ അതിന്റെ വില നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതായത് സമനും മബിയും രണ്ടും വഴിയനായിരിക്കണം, രണ്ടാളും അറിയുന്ന കാര്യങ്ങളായിരിക്കണം. പിന്നെ മുത്തബായാനി രണ്ടാൾക്കും എളിമുള്ള ഒരു സാധനമായിരിക്കണം ഈ സമനും മബിയും എന്നുള്ളതല്ല, അങ്ങനെയാണല്ലോ. പക്ഷെ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ഡാറ്റ, അതിന്റെ വാല്യൂ എന്താണെന്ന് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. അപ്പൊ ഒരു വറർ അവിടെ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ട്രാൻസാക്ഷൻ, പിന്നെ നമ്മുടെ ട്രാൻസാക്ഷൻ ഒന്നും നമ്മൾ അംഗീകരിക്കുന്നില്ല. നമുക്ക് അംഗീകരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു മുആമല എന്ന് പറയുന്ന ഒരു സംഭവം അതും പലപ്പോഴും ഹറാമിന്റെ രീതിയിലേക്ക്, അല്ലെങ്കിൽ സ്വഹീഹ് അല്ലാത്ത ഒരു അക്കത് പോലെയായിട്ടൊക്കെ പോകുമെന്നൊക്കെ ചില ആർട്ടിക്കിളുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടെന്ന് വെച്ചാല് പിന്നെ അള്ളാഹു പിന്നെ ഹദീസിലൊക്കെ ഉള്ളത് പ്രകാരം ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അള്ളാഹു അത് സത്ര ചെയ്തു വെക്കും, അങ്ങനെ മറച്ചു വെക്കും. അങ്ങനെ പിന്നീട് അതിനുശേഷം ഒരുപാട് കാലം അതിന് മറച്ചു വെക്കും. പിന്നീട് അള്ളാഹു അത് ഒക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കുകയും പിന്നെ അള്ളാഹുവിന് അഫ്വ് മഗ്ഫിറത്ത്, ഇങ്ങനെ രണ്ട് സംഭവം ഉള്ളതുകൊണ്ട് മഗ്ഫിറത്ത് എന്ന് വെച്ചാൽ അത് പൊത്തി വെക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അഫ്വ് എന്ന് പറഞ്ഞാൽ അത് മുഴുവനായിട്ട് മായ്ച്ചു കളയുക എന്നുള്ള സംഭവം. അപ്പൊ ഇങ്ങനെ പലതരത്തിലും അള്ളാഹു സത്ര എന്നുള്ള ഒരു സംഭവം അള്ളാഹു മനുഷ്യന് നൽകുന്നുണ്ട്. ഇസ്ലാമിൽ പ്രൈവസി എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഈ സത്ര എന്നുള്ള ആ ഒരു പദം നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ ഈ യിലൂടെ ഈ സ്റ്റോർ ചെയ്യപ്പെടുന്ന ഡാറ്റകളൊക്കെ, നമ്മളെ കുറിച്ചുള്ള ഡാറ്റകൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്താണ് അറിയേണ്ടത്, നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത് എന്നുള്ളത്, നമ്മൾ നെറ്റ്ഫ്ലിക്സ് ഒക്കെ ഉപയോഗിക്കുന്നവരുണ്ടാകും ഇവിടെ, നമ്മൾ എന്താണോ സെർച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്താണോ കൂടുതലായിട്ട് സെർച്ച് ചെയ്യുന്നത് അതാണ് പിന്നീട് നമുക്ക് സജഷൻസ് ആയിട്ട് വരുന്നത്. അതായത് നമ്മൾ എന്ത് കാണണം, അതിലൂടെ നമ്മൾ എന്തറിയണം, അതിലൂടെ നമ്മൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത്, നമ്മൾ എങ്ങനെ ചിന്തിക്കണം എന്നൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു ആൽഗോരിതമിക് ഇമ്പീരിയലിസം എന്ന് വേണമെങ്കിൽ നമുക്ക് ടേം ചെയ്യാൻ പറ്റുന്ന ആ ഒരു സംഭവമാണ് അവിടെ നടക്കുന്നത്. നമ്മൾ എങ്ങനെ ചിന്തിക്കണമെന്ന് ഈ ഒരു കോർപ്പറേഷനുകളാണ് തീരുമാനിക്കുന്നത്. അപ്പൊ ഒരു പൊളിറ്റിക്കൽ ആവശ്യത്തിന്റെ അവസരത്തിൽ നമ്മൾ 2024 ഇലക്ഷന്റെ അവസരത്തിലൊക്കെ ഏത് വീഡിയോ തുറന്നാലും മോദിയെ പൊക്കി പറയുന്ന രീതിയിലുള്ള പരസ്യങ്ങൾ ഇങ്ങനെ ഒരുപാടായിട്ട് വരികയും അങ്ങനെ ഒരു പബ്ലിക് ഒപ്പീനിയനിലൊക്കെ വലിയ രീതിയിൽ സ്വാധീനിക്കാനുള്ള ഒരു കഴിവൊക്കെ യുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ മനുഷ്യന്റെ പ്രൈവസി എത്രത്തോളം സെക്യൂർ ആണ് എന്നുള്ളത് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇസ്ലാം പറയുന്നത് മനുഷ്യന്റെ പ്രൈവറ്റ് ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം സംരക്ഷിക്കപ്പെടണം എന്നുള്ളതാണ്. പക്ഷെ വെസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് യുനെസ്കോയും അതേപോലെ GDPR എന്ന് പറയുന്ന ജനറൽ ഡാറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ ആക്ട് ഒക്കെ പ്രകാരം നോക്കുമ്പോൾ മനുഷ്യന്റെ അനുവാദം ഉണ്ടെങ്കിൽ കൺസെന്റ് എന്നുള്ളതാണ് അവർ കൺസെന്റ് എന്നുള്ള ഒരു പ്രൊസീജറൽ റൈറ്റ്, ഒരു മനുഷ്യന്റെ ആ ഒരു റൈറ്റിനാണ് അവരവിടെ ആധാരമാക്കി എടുക്കുന്നത്.
ഒരു മനുഷ്യൻ അംഗീകരിച്ചിട്ടാണല്ലോ ഈ അക്സെപ്റ്റ് ഓൾ കുക്കീസ് എന്ന് പറഞ്ഞാൽ അത്തരം ഡാറ്റകൾ അവർ സ്വീകരിച്ചോട്ടെ എന്ന് പറയുമ്പോൾ മനുഷ്യൻ അംഗീകരിച്ചു കൊടുക്കുന്നു. പിന്നെ എന്താണ് പ്രശ്നം എന്നാണ് അവർ ചോദിക്കുന്നത്. പക്ഷെ മനുഷ്യനുള്ള അള്ളാഹു നൽകിയിട്ടുള്ള കറാമത്ത് അല്ലെങ്കിൽ ഹുർമത്ത് സത്തർ എന്ന് പറയുന്ന ഈ സംഭവങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നത് പലപ്പോഴും ഇസ്ലാമിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഒരു തെറ്റായിട്ടാണ് കാണാറുള്ളത്. ഹിഫ്ളുൽ അഖലായിട്ട് ബന്ധപ്പെട്ടാണ് നേരത്തെ പറഞ്ഞ സംഭവം. അതായത് നമ്മൾ എന്ത് നോക്കുന്നു അത് പിന്നെ നമുക്ക് സജഷൻസ് ആയിട്ട് വരുന്ന സംഭവം. അപ്പൊ നമ്മുടെ ബുദ്ധിയെ മാനിപ്പുലേറ്റ് ചെയ്ത് അഡിക്ഷൻ എന്നുള്ള സംഭവത്തിൽ അല്ലെങ്കിൽ നഡ്ജ് എന്ന് പറയുന്ന തരത്തിലൊക്കെ ടെക്നോളജികൾ കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചിന്തിക്കണം, നമ്മൾ എന്ത് കാണണമെന്ന് ഇത്തരത്തിലുള്ള കോർപ്പറേഷനുകൾ തീരുമാനിക്കുന്ന അവസരത്തിൽ ഹിഫ്ളുൽ അഖൽ എന്നുള്ളത് മനുഷ്യന്റെ അക്കലിന് മുകളിൽ ഒരു സൈത്തറത്ത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാതെ പോകുന്ന ഒരു ഹിഡൻ ഇമ്പീരിയലിസം അവിടെ സ്ഥാപിക്കപ്പെടുന്നതായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നമ്മളവിടുന്ന് ഈ ഡീകൊളോണിയൽ ചിന്താഗതിയിലുള്ള ആർട്ടിക്കിളുകളൊക്കെ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഹിഫ്ളുൽ അഖൽ എന്നുള്ള കാരണത്താലും പിന്നെ ഈ ഒരു AI-യുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. പിന്നെ വേറൊരു സംഭവമാണ് ഡിജിറ്റൽ മുഫ്തി എന്ന് പറയുന്നത്. ഇമാം AI എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്, പ്ലേ സ്റ്റോറിലൊക്കെ നോക്കിയാൽ കാണാൻ സാധിക്കും. അതേപോലെ ഫത്വ ബോർഡുകൾ ഒരുപാടുണ്ട്, സൗദിയിലൊക്കെ ഇപ്പൊ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചോദിക്കുന്നോ അതിനനുസരിച്ച് അത് ഉത്തരം തരുന്ന രീതിയിൽ, അഥവാ നമ്മൾ ഒരു മസാല അതിനോട് ചോദിക്കുന്നു, അതിന്റെ കോണ്ടെക്സ്റ്റ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നു, അതിനനുസരിച്ച് അത് പിന്നെ ഫത്വ തരുന്നു. അപ്പൊ നമ്മൾ പലപ്പോഴും അത് അംഗീകരിച്ചു കൊടുക്കുന്നു. പക്ഷെ അതിൽ പ്രശ്നം വരുന്നത് രണ്ടവസരത്തിലാണ്. ഒന്ന്, ഇന്നമൽ അമാലു ബിന്നിയാത്ത് എന്ന് പറയുന്ന ആ നിയത്ത് എന്നുള്ള സംഭവം അവിടെ AIക്ക് വരുന്നില്ല. അതേപോലെ ഫിഖ്ഹുൽ വാഖിഅ എന്ന് പറയുന്ന സംഭവം, ഇജ്തിഹാദ്, ഓട്ടോമേറ്റഡ് ഇജ്തിഹാദ് എന്ന് പറയാൻ വേണ്ടി നമുക്ക് ഈ ഒരു AI ഇങ്ങനെ ഫത്വ തരുന്നതിന് നമുക്ക് അങ്ങനെ ഓട്ടോമേറ്റഡ് ഇജ്തിഹാദ് എന്നൊക്കെ പറയാമെന്നുണ്ടെങ്കിലും ഒരു മുജ്തഹിദിനുള്ള എല്ലാ ശബ്ദങ്ങളും ഇത് പാലിക്കുക, അതായത് മുജ്തഹിദിന്റെ നിർബന്ധമായിട്ടുള്ള ഇൽമുകളൊക്കെ ഇത് പാലിക്കുന്നുണ്ടെങ്കിലും ഫിഖ്ഹുൽ വാഖിഅ ഒരു കോണ്ടെക്സ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഈ ഒരു AIക്ക് സാധിക്കുന്നില്ല. നമ്മളൊരു പണ്ഡിതന്റെ അടുത്ത് പോയിട്ട് നമ്മളൊരു മസാല പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു സംശയം ചോദിക്കുകയാണെങ്കിൽ അത് ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു അങ്ങനെ പരമാവധി കുത്തി ചോദിച്ച് പിന്നെ ഏറ്റവും തൈസീറാക്കി തരാനുള്ള ഒരു അവസരമാണ് എല്ലാ മുഫ്തിമാരും പൊതുവെ ഉപയോഗിക്കാറുള്ളത്. പക്ഷെ AIയിൽ നമ്മൾ എന്താണ് അടിച്ചു കൊടുക്കുന്നത് അതിന് നേരെ ഉത്തരം വരുന്നു, മറുചോദ്യങ്ങൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ മറ്റൊരു സംഭവമാണ് AIയിലെ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം. AI ഒരിക്കലും ന്യൂട്രൽ ആണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. എന്ത് ചോദിച്ചാലും കൃത്യമായിട്ടുള്ള ഉത്തരം മാത്രം തരുമെന്ന് നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കാൻ പാടില്ല. കാരണം കുറെ മുമ്പ് കേട്ടൊരു വാർത്തയായിരുന്നു, അത് അതിന്റെ ഇടക്കൊന്ന് ചെക്ക് ചെയ്തപ്പോൾ അത് റോങ് ആണെന്ന് മനസ്സിലായി. പക്ഷെ ഇന്ന് വൈകുന്നേരം ചെക്ക് ചെയ്തപ്പോൾ വീണ്ടും അത് ശരിയാണെന്ന് മനസ്സിലാകണ്ടേ. അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാൽ ഡീപ് സീക്ക് എന്നുള്ളൊരു AI ഉണ്ട്, ചൈനയുടേതാണ്. അപ്പൊ ChatGPTക്ക് വലിയൊരു വെല്ലുവിളിയൊക്കെ ആയിട്ട് പെട്ടെന്ന് ഉയർന്നു വന്നിരുന്നു. അപ്പൊ അതിൽ നമ്മൾ എന്ത് ചോദിക്കുകയാണെങ്കിലും ChatGPTയെ പോലെ നല്ല കൃത്യമായിട്ട് ഉത്തരം നൽകുന്നു, ഒന്നുകൂടി സിമ്പിൾ ആയിട്ടുള്ള ഒരു യൂസർ ഇന്റർഫേസ് ഒക്കെ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ നമ്മൾ ചൈനയെ കുറിച്ചൊന്ന് ചോദിക്കുകയാണെങ്കിൽ ടെൽ അബൌട്ട് ചൈന, ജസ്റ്റ് അത്ര ചോദിക്കുന്നുള്ളൂ. ചൈനയുടെ നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് ഒന്നും പറയുന്നില്ല. ചൈനയെ കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ ആദ്യകാലത്തൊക്കെ അത് ഇറങ്ങിയ പാടുള്ള സമയത്ത് ഉപയോഗിച്ച അവസരത്തിൽ, അഥവാ ഇറങ്ങി 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ അതിൽ അക്കൗണ്ട് ഉണ്ടാക്കുന്നത്, അതിൽ ആ സമയത്ത് ഉപയോഗിച്ചപ്പോൾ സോറി നമുക്ക് ഈ ഒരു വിഷയം ചർച്ച ചെയ്യണം, വേറെ എന്തെങ്കിലും ചർച്ച ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു മറുചോദ്യം വരി അങ്ങനെ ഒരു സാധനം ഇട്ട് തന്നിരുന്നത്. പിന്നെ അതിന്റെ ഒരു 1-2 മാസം ശേഷം ചോദിച്ചപ്പോൾ ചൈനയെ പറ്റി അത്യാവശ്യം മുക്കിയിട്ടും പിന്നെ കുറ്റപ്പെടുത്തുന്ന രീതിയിലൊക്കെ തന്നിരുന്നു. ഇന്ന് വൈകുന്നേരം ചെന്നപ്പോൾ വെറുതെ ആ ഒരു സംഭവം ആ സൈറ്റ് പിന്നെയും കണ്ടു, അതിലൊന്ന് കയറി നോക്കിയപ്പോൾ സെർച്ച് കൊടുത്തപ്പോൾ നേരെ ഡാറ്റ വരുന്നുണ്ട്. ഡാറ്റ ഫുൾ ആവുന്നതോടെ സോറി ഇത് എന്റെ റേഞ്ചിൽ പെടുന്നതല്ല, നമുക്ക് വേറെ എന്തെങ്കിലും ചർച്ച ചെയ്യാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഒരിക്കലും ചൈനയെ കുറിച്ചുള്ള കാര്യങ്ങൾ പരമാവധി പുറത്തെത്തിക്കാനാണ് ശ്രമിക്കാറുള്ളത്. ചൈനയിലുള്ള കടകളൊക്കെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു കടയുടെ മുകളിലും അവർ ഇംഗ്ലീഷിൽ പേര് എഴുതുന്നത് കാണാൻ സാധിക്കില്ല. അവരുടെ ഒരു ടെക്നോളജി അവർ പരമാവധി ലോകത്തിന് പുറത്തെത്താതെ, പുറം ലോകത്തേക്ക് എത്താതെ അവരുടെ മാത്രമായിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ 2007 നമ്മൾ നോക്കുമ്പോൾ മുഴുവനായിട്ടുള്ള 64 ടെക്നോളജികളാണ് മുഴുവനായിട്ടുള്ളത്. അതില് 7 എണ്ണം മാത്രം അതില് 61 എണ്ണത്തില് സുപ്പീരിയോറിറ്റി ഉണ്ടായിരുന്നത് US-നും, അതേപോലെ 3 എണ്ണത്തിൽ മാത്രം സുപ്പീരിയോറിറ്റി ചൈനക്കുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 2021 ആകുന്ന അവസരത്തിൽ ഈ 64 എണ്ണത്തിൽ 57 എണ്ണത്തിൽ ചൈനക്കാണ് സുപ്പീരിയോറിറ്റി ഉള്ളത്. 57 എണ്ണത്തിന് പുറമെയുള്ള ബാക്കി അവശേഷിക്കുന്ന വെറും 7 എണ്ണത്തിന് മാത്രമേ ഇപ്പൊ US-ന് ഒരു സുപ്രീമസി നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. അതിന്റെ പേരിലാണ് ഇപ്പൊ ചൈന തായ്വാൻ തർക്കത്തിനിടക്ക് US കൃത്യമായിട്ട് ഇടപെടുന്നത്. അത് പിന്നെ എങ്ങനെയെങ്കിലും ഒക്കെ ഒരു പിന്നെ ചൈന ഇങ്ങോട്ട് വന്ന് ആക്രമിക്കുകയാണെങ്കിൽ അങ്ങോട്ട് പോയിട്ട് ഒരു 3-4 ലോക മഹായുദ്ധം ഉണ്ടാക്കാനുള്ള തരത്തിലൊക്കെ US ആ ഒരു ചർച്ച അങ്ങനെ കൊണ്ടുവന്നതൊക്കെ ഇതിന്റെ ഭാഗമായിട്ടാണ്, ഈ ഒരു ടെക്നോളജിക്കൽ സുപ്രീമസി നിലനിർത്താൻ വേണ്ടിയിട്ട്. അപ്പോ AIക്ക് ആര് ഡാറ്റ കൊടുക്കുന്നു എന്നുള്ളത്, ചൈനയുടെ ഡാറ്റ ആകുമ്പോൾ ചൈനയെ കുറിച്ചുള്ള കാര്യങ്ങൾ അവർ പുറത്തെത്തിക്കുന്നില്ല. അതേപോലെ നമ്മൾ ChatGPT ഉപയോഗിക്കണമെങ്കിൽ മുസ്ലിങ്ങളെ ഒരു ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള പലപ്പോഴും അത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഗ്രോക്ക് എന്ന് പറയുന്ന AI, എലോൺ മസ്കിന്റെ ഗ്രോക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, അത് ഒന്നുകൂടി ഒരു ന്യൂട്രൽ ആയിട്ട് ഉള്ളതിൽ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്നത് പോലെ ഉള്ളതിൽ കുറച്ചുകൂടി ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ഡാറ്റ തരുന്നത് ഗ്രോക്ക് ആണെന്നൊക്കെയാണ് പുതിയ പഠനങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇത്രത്തോളം അങ്ങനെ പ്രശ്നങ്ങൾ ഇനിയും ഉണ്ട് പറയാണെങ്കിൽ, ഇനിയും എത്രയോ പ്രശ്നങ്ങൾ പറയാനുണ്ട്. അപ്പൊ ഈ ഒരു അവസരത്തിൽ നമ്മൾ മുസ്ലിം ലോകം എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാല്
ഈ ഒരു ആർട്ടിക്കിളിന്റെ അവസാനത്തിൽ 2-3 ആർട്ടിക്കിൾ വായിച്ച് അതിന്റെ അവസാനത്തിൽ ഇങ്ങനെ പറയുന്നു. അതേപോലെ ഒരുപാട് പ്രസംഗങ്ങളും പിന്നെ ടെഡെക്സിലൊക്കെ ഉള്ള ഒരുപാട് ടോക്കുകളിലൊക്കെ വരുന്ന ഒരു സംഭവമാണ് ഈ എത്തിക്കൽ AI അല്ലെങ്കിൽ റെസ്പോൺസിബിൾ AI എന്ന് പറയുന്ന സംഭവം. നമ്മുടെ ഇസ്ലാമിന്റെ കാര്യങ്ങൾ എങ്ങനെ AI തെറ്റിദ്ധരിക്കുന്നു എന്നുള്ളത് മാറ്റാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ നേരത്തെ ഡീപ് സീക്കിന് പറഞ്ഞ സംഭവം ഹാർഡ് കോഡ് എന്ന് പറയുന്ന സംഭവമാണ്. അതായത് ചില കാര്യങ്ങൾക്ക് ഒരു റെസ്ട്രിക്ഷൻസ് ഈ പ്രൊഡ്യൂസേഴ്സ് തന്നെ വെക്കും. പിന്നെ അത് ഒരിക്കലും മാറ്റണം എന്നുണ്ടെങ്കിൽ മുഴുവൻ സിസ്റ്റത്തിനെ തന്നെ മാറ്റേണ്ടി വരും. അപ്പൊ ആർക്കും അത്ര പെട്ടെന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഹാർഡ് കോഡ് ആയിട്ടുള്ള സമ്പ്രദായങ്ങൾ ഇസ്ലാമിക ലോകത്ത് നിന്ന് തന്നെ വരണം എന്നുള്ളതാണ്. ഈ അടുത്ത് പിന്നെ മുഹമ്മദ് ബിൻ സൽമാൻ രാജാവും അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് നടന്നിട്ടുള്ള ചർച്ചയുടെ ഭാഗമായിട്ട് സൗദിയിൽ $600 ബില്യൺ അവര് AI സ്റ്റോർ ഹൗസുകൾക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കാനായിട്ട് ഉള്ള ഒരു ധാരണയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള മുസ്ലിം രാജ്യങ്ങള് അവരുടെ ഈ ഓയിൽ ഡോളർ എന്ന് പറയുന്ന ആ ഒരു സംഭവം, അവരുടെ ഓയിൽ കറൻസി ഇത്തരത്തിലുള്ള AI ഭാഗത്തേക്ക് തിരിച്ചുവിടുകയും ചെയ്യേണ്ടതായിട്ട് ഒരു ആവശ്യകത ഉണ്ട്. അതായത് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഇൻസ്റ്റാഗ്രാം അതേപോലെ മറ്റുള്ള സോഷ്യൽ മീഡിയ ഒക്കെ വന്ന അവസരത്തിൽ മുസ്ലിം ലോകം അതിനൊരിക്കലും കൃത്യമായിട്ട് പ്രിപ്പയർഡ് ആയിരുന്നില്ല. അതുകൊണ്ട് ഈ ഒരു നെഗറ്റീവ് മുഴുവനായിട്ട് ഇപ്പൊ കൊണ്ടുവന്നത് വെസ്റ്റേൺ സെൻട്രിക് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലാണ് പോകുന്നത്. അപ്പോൾ ഒരു AI-യുടെ ഈ ഒരു നാസന്റ് സ്റ്റേജിൽ, അതായത് AI ഇങ്ങനെ തുറന്നു വരുന്നേ ഉള്ളൂ, ആ ഒരു സ്റ്റേജിൽ തന്നെ നമ്മൾ കൃത്യമായിട്ട് ഇടപെടുകയാണെങ്കിൽ നമ്മുടെ ഈ ഇസ്ലാമിക് ഫോബിയ എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിന് നമുക്ക് കൃത്യമായിട്ട് കൗണ്ടർ ചെയ്യാൻ, ഒരു പരിധി വരെ കൃത്യമായിട്ട് കൗണ്ടർ ചെയ്യാൻ സാധിക്കുകയും അതുപോലെ ഇത്തരത്തിലുള്ള AI-കൾ ഉണ്ടാക്കുന്ന അവസരത്തിൽ നമ്മുടെ കൾച്ചറൽ വാല്യൂസ് പ്രതിനിധാനം ചെയ്യുന്ന ഡാറ്റകൾ അതിന് നൽകുന്നതിലൂടെ കൃത്യമായിട്ടുള്ള ശരീരത്തിന്റെ റെസ്ട്രിക്ഷൻസ് അതിനെ ഒരു ഹാർഡ് കോഡ് ചെയ്ത് വെക്കുന്നതിലൂടെ അതിന് ഇസ്ലാമിക് വാല്യൂസ് എംബെഡ് ചെയ്യുന്നതിലൂടെ ഇസ്ലാമിക് ആയിട്ടുള്ള AI നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് വലിയൊരു നേട്ടമായിട്ട് വരുമെന്ന് പറയുന്നു. പിന്നെ നമ്മുടെ ഇന്ത്യയിലൊക്കെ ഉള്ളതുപോലെ ISO അതേപോലെ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരുപാട് സർട്ടിഫിക്കേഷൻസ്, അതായത് നമ്മൾ ഫുഡിനൊക്കെ ചില ഹോട്ടലുകളുടെ മുമ്പിൽ ഹലാലായിട്ടുള്ള ഹലാൽ ഫുഡ് എന്ന് പറയുന്ന പോലെ ഹലാൽ AI എന്നുള്ള ഒരു ട്രേഡ് മാർക്ക് കൂടി കൊണ്ടുവരികയാണ് സാധിക്കുകയാണെങ്കിൽ ആഗോള പണ്ഡിത സഭയുടെ കീഴിലൊക്കെ ആയിട്ട് ഇത്തരത്തിലുള്ള ഏതൊക്കെ AI ആണ് ശരിയായ കോംപ്ലയൻസോടെ നിലനിന്ന് പോകുന്നത്, ഏതൊക്കെയാണ് മുസ്ലിങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള രീതിയിലുള്ള വികാരങ്ങൾ വെച്ച് പുറപ്പിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മുടെ ചർച്ചകളെയും നമ്മുടെ ടെക്നോളജിയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അതായിരിക്കണം മുസ്ലിം ലോകം ഇനി ചെയ്യേണ്ടത്, അതിലായിരിക്കണം മുസ്ലിം ലോകം ഇനി ശ്രദ്ധിക്കേണ്ടത്. ഒരിക്കലും ഇസ്ലാമും ടെക്നോളജിയും ഒരിക്കലും വിരുദ്ധമായിട്ടുള്ള രണ്ട് ധ്രുവങ്ങളല്ല. എല്ലാ കാലത്തും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അബ്ബാസികളുടെ കാലത്തൊക്കെ ഗ്രീക്ക് ഫിലോസഫി നമ്മൾ അബ്സോർബ് ചെയ്തിട്ടുണ്ട്, പേർഷ്യൻസിന്റെ അഡ്മിനിസ്ട്രേഷൻ നമ്മൾ അബ്സോർബ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അത് നേരെ അബ്സോർബ് ചെയ്യുന്നുള്ളതിനപ്പുറത്തേക്ക് അതിന് കൃത്യമായിട്ടുള്ള അഡാപ്റ്റേഷൻസ് വരുത്തിയിട്ട് മുസ്ലിം ലോകത്തിന് പറ്റുന്ന രീതിയിൽ അതിനെ മാറ്റിയെടുത്തതുകൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു പൈതൃകം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. AI എന്ന് പറയുന്നതും ഇത്തരത്തിലുള്ള ഒരു ടൂളായിട്ട്, അതായത് വെസ്റ്റിൽ നിന്ന് വരുന്നതാണെങ്കിലും അതിനെ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ അഡാപ്റ്റ് ചെയ്യാൻ സാധിക്കണം. നേരത്തെ ഹരാരി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അവസാനമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു സംഭവമുണ്ട്, സാപ്പിയൻസ് അവസാനത്തില് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത, പ്രത്യേകിച്ച് ഒരു ലക്ഷ്യബോധവും ഇല്ലാത്ത ദൈവങ്ങളെക്കാൾ, സൃഷ്ടിക്കാൻ അറിയുന്ന ദൈവങ്ങളെക്കാൾ അപകടകരമായിട്ട് ഈ ലോകത്ത് എന്താണുള്ളതെന്ന്. അതായത് ഒരു പർപ്പസ് ഇല്ലാത്ത ക്രിയേഷൻസ് എല്ലാം ആർ ഡൂം ടു ഫെയിലിയർ, അതായത് കൃത്യമായി എന്തായാലും പരാജയപ്പെടുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ടീലിയോളജിക്കലാണ്. അള്ളാഹുവിലേക്ക് ഒരു മനുഷ്യനെ അടുപ്പിക്കുക എന്നുള്ളത്, ഇസ്ലാമിന്റെ ആ ഒരു മൂല്യങ്ങളൊക്കെ കൃത്യമായിട്ട് റാസിഹത്തായിട്ട് അങ്ങനെ വെച്ച് പോവുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ പർപ്പസ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു പർപ്പസ് ഡ്രൈവൻ ആയിട്ട് ഒരു കാര്യം ഇസ്ലാം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇസ്ലാമിന്റെ ഭാഗത്തുനിന്ന് മുസ്ലിങ്ങളും എല്ലാവരും കൃത്യമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടെക്നോളജിയിലും അതുപോലെ ഇത്തരത്തിലുള്ള എത്തിക്സ് ആയിട്ട് ബന്ധപ്പെട്ട ചർച്ചകളിലൊക്കെ വലിയ രീതിയിലൊരു നല്ല മാറ്റം, ഒരു സമൂഹത്തിന് ഒരു നല്ല ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള ഒരു ടെക് ഒപ്പിസ്റ്റിമിസം മുന്നോട്ട് വെച്ചുകൊണ്ട് നിർത്താമെന്ന് കരുതുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.